അപ്പോൾ ഞാൻ ദേ ഇപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ എന്താ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്നലെ 1K ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഈ 1K ഫാമിലി ആകുമെന്ന്. 1K അല്ല, അതിന് മുകളിൽ നമ്മൾ ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പോസിറ്റീവ് കമൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇത്രയും ഒരു സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അതുപോലെ സപ്പോർട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 2 ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നൊരു വീഡിയോയുടെ അടിയിൽ കുറേ പോസിറ്റീവ് കമൻറ്റും അതുപോലെ തന്നെ കുറേ നെഗറ്റീവ് കമൻറ്റും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്ന കമൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കമൻറ്റായിരുന്നു. അപ്പം ഇതുപോലുള്ള കമൻറ്റ് ഒരുപാട് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ കുറേ വരുന്നത് കൊണ്ട് തന്നെ ഒരു കമൻറ്റ് എടുത്തിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അതിനിടയിൽ കമൻറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി ആ ഒരു സമയത്ത്. കാരണം കുറച്ച് പേര് നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ കുറച്ച് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്ന കമൻറ്റാണ്, വോയിസ് സൂപ്പറാണ് പക്ഷേ ആളെ കാണാൻ അത്ര പോരെന്ന്. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ, എടാ ഒരാൾ വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ ഇരിക്കുന്നത് നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല. അയാൾ നമ്മളെടുത്ത് ഏത് രീതിയിലാണോ പെരുമാറുന്നത്, അയാളുടെ സ്വഭാവം എന്താണ്, അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അയാളുടെ സ്വഭാവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ഒരു സംഭവമാണ് കറുപ്പാണ് കറുത്തവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കറുപ്പിൻ്റെ പേരിൽ ഒരുപാട് ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും അവഗണനകളും എല്ലാം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു സമയത്ത്.